ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷകൻ്റെ 4-ാം അധ്യായത്തിൽ മരുഭൂമിയിലെ ഈശോനാഥൻ്റെ പരീക്ഷ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പിശാചിൻ്റെ പരീക്ഷണത്തിന് മറുപടിയായിട്ട് ഈശോ മത്തായി 4:4 പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മൾ ഈ ഒരു വചനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാക്ക് എന്ന് പറയുന്നത്. ജീവൻ നൽകുന്ന വചനത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മളൊക്കെ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ജീവൻ പകരാനും ഒരു മനുഷ്യനെ വധിക്കാനും ശക്തിയേറിയതാണ് വാക്ക്. മുറിപ്പെടുത്താനും സുഖപ്പെടുത്താനും ഒത്തിരി ശക്തിയുള്ളതാണ് വാക്ക്. നമ്മൾ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുക. ജീവൻ നൽകുന്ന വചനം പോലെ മറ്റുള്ളവർക്ക് ജീവൻ പകരുവാനായി, സ്നേഹമാകുന്ന ദൈവത്തെ പകരുവാനായി, കരുതലും കരുണയും പകരുവാനായി നമ്മുടെ വാക്കുകൾക്ക് കഴിയണം എന്നുള്ളതാണ് ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു സന്ദേശം. നമ്മുടെ ഒരു കൂട്ടുകാരന് നമ്മൾ നല്ല വാക്കുകൾ കൊടുക്കുമ്പോൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവൻ ഒത്തിരി മെച്ചപ്പെട്ടു വരുന്നത് പോലെ നമ്മുടെ കൂടെയുള്ളവർക്ക് നല്ല വാക്കുകൾ കൊണ്ട് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള ധൈര്യവും അവർക്ക് സംരക്ഷണവും കരുതലുമൊക്കെ കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്നുള്ളത് ഈ നോമ്പുകാലം നൽകുന്ന വലിയ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് കുറ്റം പറയലുകളിൽ നിന്നും പരദൂഷണങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. സ്നേഹമാകുന്ന ദൈവത്തെ ജീവൻ നൽകുന്ന വാക്കുകളാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഒത്തിരി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ.